കട്ടൻ ചായ 140. കട്ടൻ ചായ 140 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. I am very much obliged to you for your kind cooperation and favor. നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സെ 3114 പേര്. ഈ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let us make a cup of black tea. നമുക്കൊരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. For that we needs the following ingredients: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. Let us start. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിൽ എല്ലാ സാധനങ്ങളും എക്സിബിറ്റ് ചെയ്യുകയാണ്. ആദ്യമായി എടുത്തു വയ്ക്കുന്നത് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായ ഇല. ആ ഇല ലോങ് ലീഫ് ടീ ആണ്, സ്പെഷ്യൽ ടൈപ്പാണ്. നെക്സ്റ്റ് ഐറ്റം ഈസ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരം. അതിനൊരു കുഞ്ഞു സ്പൂണ് കൊണ്ട് അതിൻ്റെ ഒരു സ്പൂണ് ഒരു വലിയ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. ഇത് നമ്മുടെ ചായ എടുക്കാനുള്ള പാത്രം, കപ്പ്, ടീ കപ്പ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതായിരുന്നു, വാങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായി. നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഇടേണ്ടത് കറുവാപ്പട്ട, ഏലക്ക. കറുവാപ്പട്ട, ഏലക്ക പൊടിച്ചതും പൊടിക്കാത്ത വെച്ചിരിക്കുന്നത് നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. പൊടിച്ചത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ടാണ്. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇഞ്ചിയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഫസ്റ്റ് ഐറ്റം അത് ഇഞ്ചി. ഇത് വെള്ളമാണ്. നമുക്ക് 2 ഗ്ലാസ് വെള്ളം അതിനകത്തുണ്ട്. ഇത് ചെരുവനാണ്, വെള്ളം തിളപ്പിക്കാനുള്ള ചെരുവൻ. ഇപ്പോൾ കാണുന്നത് ഫിൽറ്റർ യൂണിറ്റാണ്. അതിനകത്ത് ഒരു ഗ്ലാസ് പാത്രം, ഒരു സ്പൂണ്, ഒരു അരിപ്പ. ഇത് ഇൻഡക്ഷൻ കുക്കർ ഫോർ കുക്കിംഗ് ദ ടീ. നെക്സ്റ്റ് ഐറ്റം നമ്മളതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. അതായത് ഹീറ്റർ ഓൺ ചെയ്തു. എല്ലാ സാധനങ്ങളും കാണിച്ചതിന് ശേഷം ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം പാത്രം അടുപ്പിലോട്ട് വെച്ചിരുന്നു. പാത്രം അടുപ്പിലോട്ട് വെച്ച ഉടനെ അത് കത്തിപ്പിടിക്കാൻ തുടങ്ങും. അത്രയ്ക്ക് ചൂടുള്ള സാധനമാണ്. വെള്ളം ഇല്ലാഞ്ഞ കാരണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ടു. ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ കറുവാപ്പട്ട, ഏലക്ക, അതിൻ്റെ മിശ്രിതം ഇടും. ഇനി അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് സമയം ഈ വെള്ളം തിളയ്ക്കാൻ വയ്ക്കണം. ആ 2 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. 140 നമ്പർ കട്ടൻ ചായയാണിത്. അത് നമ്മുടെ ഡെയിലി ബ്ലെസ്സിങ് 29-ാം തീയതിയിൽ ഡെയിലി ബ്ലെസ്സിങ്ങുമായിട്ട് കണക്റ്റഡാണ്. 29-ാം തീയതിയിലത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിന്നാണ് നമുക്ക് ഇതിന് വേണ്ട വചനം എടുക്കുന്നത്. അതായത് അത് ഒരു സീക്വൻസ് അങ്ങനെ നടക്കുന്നു, ഇതൊരു സീക്വൻസ്. അതായത് ഡെയിലി ബ്ലെസ്സിങ്ങും ഇതും ഇൻ്റർ കണക്റ്റഡാണ്. ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛനാണ് ഡെയിലി ബ്ലെസ്സിങ് ലീഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കുണ്ട്. അത് യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കേൾക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അതിൽ പറയുന്ന വചനങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. നെക്സ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ പ്രോഗ്രാം കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അതായത് സ്ഥിരമായിട്ട് ഒരു പ്രോഗ്രാം, ഒരു വീഡിയോ ഒരു ദിവസം യൂട്യൂബിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണിത്. അതായത് എനിക്ക് ഒരു കണ്ടൻറ്റ്, ഒരേ കണ്ടൻ്റ് ആണെങ്കിൽ തന്നെയും അത് വേരിയസ് ആംഗിളിലൂടെ നമ്മളത് കാണുന്നു. അതായത് ചിലപ്പോൾ അതിൻ്റെ എഡിറ്റിങ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫിയിലായിരിക്കും. എനിവേ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും, ഒന്നിനൊന്ന് നന്നായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. നിങ്ങൾ അതിനെ അനുഗ്രഹിക്കുന്നുണ്ട്, ആശീർവദിക്കുന്നുണ്ട്. എനിക്കറിയാം. നമ്മുടെ വെള്ളം ഇത് തിളച്ചിരിക്കുന്നു. 59 നിന്ന് അത് 58 വരുമ്പോൾ വെള്ളം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ തേയില ഇടണം. സ്റ്റൗ എന്ന് പറഞ്ഞാലും കുക്കർ എന്ന് പറഞ്ഞാലും ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന്. അടുപ്പ് എന്ന് പറയുന്ന ആ പ്രാചീന വാക്ക് തന്നെയാണ് അത്. അപ്പം നമ്മൾ തേയില അതിലേക്ക് ഇട്ടു. തേയില ഇട്ടതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. സാധാരണ തേയിലയിൽ നിന്ന് വ്യത്യസ്തമാണിത്. തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇടണം. അതായത് കണ്ടെയ്നറിലേക്ക്, ആ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നമ്മൾ 2 സ്പൂൺ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. ഷോർട്ട്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് മധുരം. അപ്പോൾ മധുരം നമ്മൾ 2 സ്പൂൺ ഇട്ടു. അതായത് 2 ഗ്ലാസ് പഞ്ചസാര, 2 ഗ്ലാസ് വെള്ളം.
അങ്ങനെ അത് ആ ചായ അതിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുന്നു. ഫിൽറ്ററിംഗ് യൂണിറ്റിലൂടെ ആ ചായ നമ്മൾ അരിച്ചെടുത്ത് നമ്മളത് കണ്ടെയ്നർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റിൻ്റെ കളിയാണ്. അതായത് നമുക്ക് കട്ടിംഗ് ബോർഡ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി, ഇതും നമുക്ക് പാത്രവും നമുക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മളത് അരിച്ചു അതിനുശേഷം പഞ്ചസാര ഇട്ട് ഇളക്കി ഇനി അത് കപ്പിലേക്ക് പകരുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ സഹായി അത് കപ്പിലേക്ക് പകർന്നു. ഇനി അത് മേശപ്പുറത്ത് കൊണ്ട് വെച്ച് തരും. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു അവിടെ കൊണ്ട് വെച്ചു. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതൊക്കെ പിടിച്ച് ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ടപ്പം ആണ് എനിക്കൊരു സഹായത്തിൻ്റെ ആളെ കിട്ടിയത്. അപ്പം നമ്മൾ ബൈബിൾ വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്നു ഇവിടെ വെച്ചു. ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ഫാദർ മാത്യു വൈരാമണ്ണിൽ അച്ഛൻ്റെ 29-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ്ങിനെ ആശ്രയിച്ചാണ് ഈ പ്രോഗ്രാം. നേരത്തെ പറഞ്ഞു. അതിൽ ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 29, 30, 31. ഒന്നുകൂടെ പറയാം. ഇന്നത്തെ വചനം മത്തായി 14-ാം അധ്യായത്തിൽ 29, 30, 31. അത് ബൈബിളിൽ കാണാം. പക്ഷെ നമുക്കത് വായിക്കാവുന്ന രീതിയിലല്ലാത്തതുകൊണ്ട് നമ്മളതിന് സ്പെഷ്യലായിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. മത്തായി അധ്യായം 14, 29 തിരുവചനം മുതൽ. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ച് എന്തിനെ? വചനം ഇവിടെ തീർന്നു. ഇനി അടുത്ത പ്രാർത്ഥനയാണ്. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.